ബാലൻസ് മുഖ്യം ബിഗിലെ ജീവിതത്തിൽ ഈ ഒരു ബാലൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബിറ്റ്വീൻ ജോബ് ആൻഡ് ലൈഫ്. ഇതിൻ്റെ ഒരു ബാലൻസ് കറക്റ്റായിട്ടില്ല. നമ്മൾ വർക്ക് ഇസ് ലൈഫ് എന്നുള്ളൊരു റൂട്ടിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ദിസ് പോഡ്കാസ്റ്റ് ഈസ് ഫോർ യു. ഹലോ, വെൽക്കം ടു കാർത്തിക്കലി കറക്റ്റ്. നമ്മളെപ്പോഴും എല്ലാ എപ്പിസോഡിൻ്റെയും തുടക്കത്തിൽ പറയുന്ന പോലെ തന്നെ ഇതിൽ ചിലപ്പോൾ ചില കഥകൾ പറയുമ്പോൾ അതിലെ കഥകൾ എല്ലാം കറക്റ്റ് തന്നെയാണ്, എല്ലാം സംഭവിച്ചിട്ടുള്ളതാണ്. പക്ഷേ കഥാപാത്രങ്ങളുടെ പേര് ഞാനൊന്ന് ട്വീക്ക് ചെയ്തിട്ടുണ്ട്, ബിക്കോസ് അവരുടെ പ്രൈവസി ആൻഡ് എൻ്റെ സേഫ്റ്റി. നമ്മൾ ഇന്ന് കാര്യമായിട്ട് സംസാരിക്കാൻ പോകുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വർക്ക് ലൈഫ് ബാലൻസ് എന്നുള്ള ഒരു വലിയ 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 ജോക്കിനെ കുറിച്ചാണ്. കാരണം ഇറ്റ് ഈസ് എ ജോക്ക്. ഇപ്പോൾ വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുന്നത് ഇല്ലല്ലോ. ചില ടോക്സിക് മാനേജേഴ്സും ബോസുമാരൊക്കെ പറയുന്ന ഒരു കാര്യമാണ് വർക്ക് ഈസ് ലൈഫ്. തെറ്റാണ് ബ്രോ. വർക്ക് ഈസ് നോട്ട് ലൈഫ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജോലി സ്ഥലത്ത് തന്നെ വിട്ടിട്ട് നമ്മുടെ പേഴ്സണൽ ലൈഫിലേക്ക് പോകുന്ന ആ ഒരു കാലം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്പേസ് എന്ന് പറയുന്നത് ഇപ്പോൾ കുറുക്കൻ മലയിലെ ഒരു പരിപാടിയായി മാറിയിരിക്കുക. അതായത് ഇത് ഇമാജിനറി വേൾഡിൽ മാത്രമേ സംഭവിക്കുന്നുള്ളൂ. റിയൽ ലൈഫിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ പോയാലും വർക്കും ലൈഫും തമ്മിൽ ഒരു ബാലൻസും ഇല്ല. പക്ഷേ ദാറ്റ് ഈസ് നോട്ട് റിയലി ഗുഡ്, റൈറ്റ്? ഏതായാലും വർക്കിലേക്ക് കയറുന്നതിന് മുമ്പ് ഇൻ്റർവ്യൂസിൽ നിന്ന് തുടങ്ങാം. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് പണ്ട് ഒന്നും പറയാനില്ല, കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഇപ്പോൾ ഞാനൊക്കെ ജോലിക്ക് കയറുന്ന സമയത്ത് ഒരു കോർപ്പറേറ്റ് ഞാനിപ്പോൾ റേഡിയോയിലായിരുന്നു, പക്ഷേ ഒരു കോർപ്പറേറ്റ് സ്ട്രക്ചറിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ കയറുമ്പോൾ അവർ കൂടുതൽ നമ്മളുടെ അടുത്ത് എക്സ്പീരിയൻസാണ് ചോദിക്കുക. അതായത് നമ്മൾ ജനിച്ച കാലം തൊട്ടേ നമ്മൾ ജോലിക്ക് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ കിട്ടും. ഐ സ്റ്റിൽ ഹാവ് നോ ക്ലൂ വാട്ട് ദേ ആർ എക്സ്പെക്റ്റിംഗ്. അതുപോട്ടെ. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവമൊക്കെ മാറി. ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും ഒരു പിരമിഡ് പണിയണം, അതേപോലെ ആകാശത്തെ നക്ഷത്രം കയറിട്ട് താഴത്തേക്ക് കൊണ്ടുവരണം. ഇത് രണ്ടും നമുക്ക് പിന്നെ ഓക്കെ ആട്ടോ, നമ്മൾ ശ്രമിക്കാതെങ്കിലും പറയാം. പക്ഷേ തേർഡ് കണ്ടീഷൻ എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. 24/7 അവൈലബിൾ ആയിരിക്കണം. ഇതൊരിക്കലും ഒരു HR നമ്മളുടെ അടുത്ത് പറയില്ല, ഒരു മാനേജറും നമ്മളുടെ അടുത്ത് പറയില്ല. ചിലപ്പോൾ കുറച്ച് എക്സ്ട്രാ വർക്കൊക്കെ ഉണ്ടാവും, ഇങ്ങനത്തെ ഒരു ഒറ്റ സെൻറ്റൻസിലൊക്കെ അതങ്ങ് തീർക്കും. പക്ഷേ അയ്യോ, അതൊരു വലിയ വലിയ ട്രാപ്പാണ് എന്നൊക്കെ പറയാം. കാരണം ഈ 24/7 അവൈലബിൾ ആയി കഴിഞ്ഞാൽ വർക്ക് ലൈഫ് ബാലൻസ് റോക്കറ്റ് പിടിച്ചത് ഇങ്ങനെ മേലേക്ക് പോയി. എവിടെ മോനെ വർക്ക് ലൈഫ് ബാലൻസ്? ഒന്ന് ഇറങ്ങി വരാൻ പറ്റുമോ? അല്ല, സീരിയസ്ലി വർക്ക് ലൈഫ് ബാലൻസ് ശരിക്കും നമ്മളുടെ ജീവിതത്തിൽ വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അത് നടക്കുന്നില്ല എന്ന് തന്നെ പറയാം. ലൈഫ് ആൻഡ് സ്പ്രെഡ്ഷീറ്റ്സ് ആൻഡ് പ്രസൻറ്റേഷൻസ്, അങ്ങനത്തെ ഒരു ജീവിതം തന്നെ ഇല്ലല്ലോ. അതാണ് ഇപ്പോൾ പല ആൾക്കാരുടെയും പ്രശ്നം. എന്തായാലും ഇന്നത്തെ പോഡ്കാസ്റ്റിൽ നമ്മൾ വർക്ക് ലൈഫ് ബാലൻസിനെ കുറിച്ചാണ് കാര്യമായി പറയാൻ പോകുന്നത്. ഇതിൽ ചിലപ്പോൾ ഇങ്ങോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ടാവും, അല്ലെങ്കിൽ ഞാൻ എൻ്റെ എക്സ്പീരിയൻസിലും ഒബ്സർവേഷനിലും പറഞ്ഞ പല കാര്യങ്ങൾ പറയുന്ന സമയത്ത് റിലേറ്റബിൾ ആയി എന്നും ഇരിക്കും. എന്തായാലും ഇതിൻ്റെ താഴത്ത് മാനേജേഴ്സിനെയൊക്കെ ഒന്ന് ടാഗ് ചെയ്യാൻ പറ്റുമെങ്കിൽ, ഇപ്പോഴത്തെ മാനേജറല്ല എക്സ് മാനേജേഴ്സിനെയൊക്കെ ടാഗ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ല കാര്യം. ഈ ഇൻ്റർവ്യൂസിൽ 24/7 കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് എപ്പോഴും ഇൻ്റർവ്യൂവിൽ വേറൊരു കാര്യം അങ്ങോട്ട് ഡിമാൻഡ് ചെയ്യാൻ പറ്റണം. സാർ, ഞാൻ ജോലി എടുക്കാം, എനിക്ക് സാലറിയും ആ ജോലിയുടെ സാലറി തന്നാൽ മതി, പക്ഷേ എനിക്ക് ജീവിക്കണം, എനിക്ക് ജീവിക്കാനുള്ള കുറച്ച് സമയം തരണം. അത്രമാത്രമേ നമ്മൾ ആവശ്യപ്പെടുന്നുള്ളൂ. നമ്മളുടെ പേഴ്സണൽ ലൈഫ്, നമ്മളുടെ ഫ്രണ്ട്സിനെ കാണുക, നമുക്കൊന്ന് ക്ലബ്ബിൽ പോവുക, ഒന്ന് ചില്ല് ചെയ്യുക, ഇതിന് നമുക്ക് കുറച്ച് സമയം തരണം. ആ ടൈമിൽ ഇങ്ങോട്ട് വിളിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ജോലിക്ക് വരാൻ പറയാൻ പാടില്ല, കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്തിരിക്കാൻ പറയാൻ പാടില്ല. ഇങ്ങനത്തെ കുറച്ച് കണ്ടീഷൻസ് നമുക്ക് അങ്ങോട്ട് പറയാൻ പറ്റുമോ? കൂടുതലും പറ്റുന്നുണ്ടാവില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ആ ജോലി കിട്ടില്ല എന്ന് തന്നെ ഉറപ്പിക്കാം. എനിവേ, ഞാൻ ഒരു റിപ്പോർട്ടിൽ വായിച്ചാണ്, ഒരു സർവേ റിപ്പോർട്ട് പോലെ തന്നെയാണ്. അതായത് ഒരു മനുഷ്യൻ 13 ഇയേഴ്സ് ഓഫ് ഹിസ് ഓർ ഹെർ ലൈഫ് ഒരു ജോലി സ്ഥലത്താണ് സ്പെൻഡ് ചെയ്യുന്നത്. 13 ഇയേഴ്സ്. വേറൊരു റിപ്പോർട്ടിൽ വായിച്ചത് ലൈഫിൽ മൊത്തം നമ്മൾ കിടന്നുറങ്ങുന്നത് തന്നെ 13 വർഷമാണത്രേ, ജീവിതത്തിൽ മൊത്തം. സോ ഞാൻ ആലോചിക്കുകയായിരുന്നു, ഇപ്പോൾ ഈ 13 വർഷം ഉറങ്ങുന്ന ഒരു വർഷം ഉണ്ടല്ലോ, അതിപ്പോൾ ലിറ്ററലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6 വർഷത്തേക്ക് കുറഞ്ഞിട്ടുണ്ടാവും. കാരണം ബാക്കിയുള്ളത് കൂടിയും ഈ 13 ഇയേഴ്സ് ഓഫ് വർക്ക് സ്പേസ് ഇല്ലേ, അതിലേക്ക് ആഡ് ആയിട്ടുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്കമൊന്നുമില്ല, ഫുൾ ടൈം പണി തന്നെയാണ്. കോവിഡ് വന്നല്ലോ. കോവിഡ് വന്ന സമയത്ത് നമ്മളൊക്കെ വീട്ടിലിരിക്കുകയായിരുന്നു. ജോലി ഉണ്ടാവുമോ, ജീവനോടെ ഉണ്ടാവുമോ, ഇതൊക്കെ ഒരുപാട് ടെൻഷനൊക്കെ ആയിരുന്നു. സോ ഐ എം നോട്ട് മേക്കിംഗ് ഫൺ ഓഫ് ദാറ്റ് ടൈം. പക്ഷേ ഭയങ്കര പ്രൗഡോടെ പറയേണ്ട ഒരു കാര്യം, ഹ്യൂമൻ കൈൻഡ് നമ്മൾ അതിനുള്ള വാക്സിൻ പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ചു എന്നുള്ളതാണ്. ഈ ലോസ്റ്റ് മെനി ലൈഫ്സ്, നമ്മളുടെ വേണ്ടപ്പെട്ടവരൊക്കെ. പക്ഷേ COVID-19 നമ്മൾ വാക്സിൻ കണ്ടുപിടിച്ചു. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്താ അറിയോ, ഈ കോവിഡിനെ പോലെ തന്നെ കോവിഡ് കാലത്ത് വന്ന ഒരു സംഭവമാണ് ഈ വർക്ക് ഫ്രം ഹോം കൾച്ചർ. ഇതിനുള്ള വാക്സിൻ
അതെപ്പോൾ കണ്ടുപിടിക്കും? യുനോ വർക്ക് ഫ്രം ഹോം എന്നൊക്കെ പറഞ്ഞപ്പോഴേ പല ആൾക്കാരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ മോനെ എൻ്റെ വീട്ടിൽ ഞാൻ തോന്നിയ പോലെ ഇരിക്കും, ഞാൻ തോന്നിയ പോലെ പണിയെടുക്കും, എനിക്ക് ശമ്പളം വരും, അടിപൊളി, എനിക്ക് വീട്ടിൽ തന്നെ ഇരിക്കണമെന്നില്ല, എനിക്ക് എവിടെ പോയി വേണമെങ്കിലും പണിയെടുക്കാം. പക്ഷേ അതായിരുന്നു ഏറ്റവും വലിയ ട്രാപ്പ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ലിറ്ററലി നമ്മുടെ സ്വന്തം വീട്ടിൽ നമുക്ക് തോന്നിയ പോലെ ഇരിക്കാൻ ചിലപ്പോൾ പറ്റുന്നുണ്ടാവും. പക്ഷേ ഇരുന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. എൻ്റെയൊക്കെ ഗോവിന്ദ് എന്നൊക്കെ പേരുള്ള കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. ഇവരൊക്കെ ഐ.ടിക്കാരാണ്. എല്ലാവരും ഐ.ടിക്കാരാണ്. എല്ലാം എഞ്ചിനീയേഴ്സാണ്. അപ്പോൾ ഇവരൊക്കെ രാവിലെ തൊട്ട് അതായത് 8 മണിയായി കഴിഞ്ഞാൽ ലാപ്ടോപ്പിലാ കിടുകിട് 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 ഇരിക്കുക. അത് കഴിഞ്ഞ് പിന്നെ ഏകദേശം ഒരു 9, 10 മണി വരെയും. ഇതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ലഞ്ച് കഴിക്കും, ചിലപ്പോൾ കോഫി കുടിക്കും, ചിലപ്പോൾ ഒന്ന് എഴുന്നേറ്റ് നടക്കാനുള്ള സമയം കിട്ടും. അതിൻ്റെ ഇടയിൽ വൻ പ്രഷറും. കാരണം എന്താ, ഓഫീസിലേക്ക് വരുന്നില്ല, വീട്ടിലല്ലേ, അപ്പോൾ പിന്നെ കുറച്ച് കൂടുതൽ പണിയെടുത്തൂടെ. ഇതെന്താ ഇത് പനിഷ്മെൻറ്റോ? നമ്മൾ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കി തന്നുകൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ അവിടെ നമ്മൾ വരാതിരിക്കുന്ന സമയത്ത് ഇലക്ട്രിസിറ്റി ബില്ലൊക്കെ കുറയല്ലേ. എന്നിട്ട് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ഇരുന്നിട്ട് പണിയെടുക്കുന്ന സമയത്ത് നിങ്ങൾ ഫുൾ ടൈം ഇരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ ശരിയാവും? നൗ ദിസ് ഈസ് മോർ ലൈക്ക് ദ കമ്പനീസ് ആർ പേയിങ് അസ്, ആൻഡ് നമ്മൾ കമ്പനിക്ക് വേണ്ടിയിട്ട് ഒരു 2 BHK വീടെടുത്തിരിക്കുന്നു, അതിന് റെൻറ്റ് കൊടുക്കുന്നു, എന്നിട്ട് അവർക്ക് വേണ്ടി നമ്മളിരുന്ന് പണിയെടുക്കുന്നു. നമ്മളുടെ പേഴ്സണൽ സ്പേസ് വരെ ഇപ്പോൾ ഒരു കോർപ്പറേറ്റ് സ്ട്രക്ചറിൻ്റെ അണ്ടറിലാണ് എന്നുള്ള ആ ഒരു തിരിച്ചറിവ്. ആലോചിക്കുമ്പോൾ തന്നെ വയ്യ വയ്യ വയ്യ, ചിന്തിക്കാൻ പോലും വയ്യ. റിമെമ്പർ 10 വർഷം മുന്നേ ഈ വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുന്നത് ഒരു സെൽഫ് ഹെൽപ്പ് ബുക്കായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോർപ്പറേറ്റ് പ്രിവിലേജ്ഡ് ബസ് വേർഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എൻ്റെ ഒരു ഫ്രണ്ട് കാര്യമായിട്ട് എൻ്റെ അടുത്ത് പറയാം, ഭയങ്കര പ്രൗഡായിട്ട് തന്നെ പറയുന്നത്, സങ്കടത്തോടൊന്നും അല്ല, വളരെ സീരിയസ് ആയിട്ട് എൻ്റെ അടുത്ത് പറയാം, എടാ ഞാനൊരു ദിവസം വീക്ക് ഡേ സ്പെഷ്യലി ഞാനൊരു ദിവസം 14 മണിക്കൂർ പണിയെടുക്കും, എന്നിട്ട് ബാക്കി 6 മണിക്കൂർ കിടന്നുറങ്ങും. പക്ഷേ ബാക്കി 4 മണിക്കൂർ എവിടെ പോകുന്നതെന്ന് അറിയില്ല എന്ന്. ബാക്കി 4 മണിക്കൂർ അവിടെ പോകാനാ ബാത്റൂമിലും കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ തന്നെ പോയില്ലേ. ഇതൊക്കെ സ്പ്രെഡായി കിടക്കുകയല്ലേ. ഈ സമയം എന്ന് പറയുന്നതും കാശെന്ന് പറയുന്നതും അങ്ങനെയാണല്ലോ. ചില്ലറായി കിട്ടിക്കഴിഞ്ഞാൽ കയ്യിലൊന്നും ഉണ്ടാവില്ല. അതേപോലെ തന്നെ കുറച്ച് കുറച്ചായി കിട്ടിക്കഴിഞ്ഞാൽ സമയം എവിടെ പോയതെന്ന് പോലും നമ്മൾ അറിയില്ല. ഈ കോർപ്പറേറ്റ് സ്ട്രക്ചറിൻ്റെ അണ്ടറിൽ വർക്ക് ലൈഫ് ബാലൻസ് ഇല്ലാതെ ജോലി എടുക്കുന്നുണ്ടെങ്കിൽ ദിസ് ഈസ് എ വെരി ബിഗ് പ്രോബ്ലം. ഞാനൊരു ഫാക്റ്റ് പറഞ്ഞുതരാം. അതായത് ഈജിപ്ഷ്യൻസിൻ്റെ കാർവിങ്ങിൽ അവർക്ക് നാപ്പ് ടൈം കാർവിങ്സ് ഉണ്ടായിരുന്നു. അവർ നമ്മളെക്കാൾ മുന്നിലായിരുന്നു വർക്ക് ലൈഫ് ബാലൻസിൻ്റെ കാര്യത്തിൽ. അവർക്ക് കിടന്നുറങ്ങാനുള്ള സമയമൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് അതുപോലും ഇല്ലല്ലോ. ഉറക്കത്തിൽ വരെ C++, മറ്റേത് സ്പ്രെഡ്ഷീറ്റ് പ്രസൻറ്റേഷൻ എന്ത് ചെയ്യും, ഈ ഒരു പരിപാടിയിലാണ്. എനിക്ക് തോന്നുന്നു മിക്കവാറും ഈ 90s കിഡ്സ് ഉണ്ടല്ലോ, നമ്മളുടെ ഈ പേരക്കുട്ടികളൊക്കെ വരുമ്പോൾ മിക്കവാറും അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥ, പണ്ട് 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 നമുക്ക് ജോലി എടുക്കാൻ 8 മണിക്കൂർ സമയം ഉണ്ടായിരുന്നുള്ളൂ, 1 മണിക്കൂർ എക്സ്ട്രാ ബ്രേക്കും കിട്ടുമായിരുന്നു, അങ്ങനത്തെ ഒരു കഥ, അതാണ് ഇതിൽ നമ്മൾ പറയാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ പേരക്കുട്ടികളൊക്കെ ഇരുത്തി, പേരക്കുട്ടികളും അവർ ഫ്രണ്ട്സിനൊക്കെ ഇരുത്തി പറഞ്ഞു കൊടുക്കേണ്ടി വരും. കാരണം ഇങ്ങനെ പോവുകയാണെങ്കിൽ മിക്കവാറും ഒരു 10-15 വർഷത്തിൽ ഒന്നില്ലെങ്കിൽ ആരും പണിയെടുക്കുന്നുണ്ടാവില്ല. ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും 24 മണിക്കൂറിൽ ഒരു 20 മണിക്കൂറും പണിയെടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഇത് രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. യുനോ ഞാൻ പണ്ട് 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 പണ്ടൊന്നുമല്ല, കുറച്ച് കാലം മുന്നേ, അതായത് എൻ്റെ കോളേജ് കഴിഞ്ഞ കാലം തൊട്ട് ഞാൻ റേഡിയോ ജോക്കി ആയിരുന്നു. കോളേജിൽ പോകുന്നതിന് മുമ്പ് ഞാനൊരു കോർപ്പറേറ്റ് സ്ട്രക്ചറിൽ വർക്ക് ചെയ്തിട്ടുണ്ട് 1 വർഷം. പക്ഷേ എൻ്റെ ലൈഫിൽ 20s മൊത്തം ഞാൻ റേഡിയോ ജോക്കിയാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മിസ്സായ ഒരു കാര്യം ഈ വർക്ക് ലൈഫ് ബാലൻസാണ്. ഐ വാസ് ലൈക്ക് ഹാവിങ് സോ മച്ച് ഫൺ ഇൻ മൈ ജോബ്. എനിക്കിഷ്ടമുള്ള ജോലിയാണ് ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നത്. പക്ഷേ അതിൻ്റെ ഒപ്പം നമുക്ക് പറ്റുന്നൊരു വലിയ അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആത്മാർത്ഥത കൂടുതൽ കാണിക്കുക, അതേപോലെ ബോസിനെ ഇമ്പ്രസ് ചെയ്യുക. ഇങ്ങനെയൊക്കെയാണല്ലോ നമുക്ക് അപ്രൈസിലും കാര്യങ്ങളൊക്കെ കിട്ടുക. അതുകൊണ്ട് ഞാൻ ഫുൾ ടൈം എൻ്റെ റേഡിയോ സ്റ്റേഷനിൽ തന്നെയായിരുന്നു. ലൈക്ക് ഫുൾ ടൈം. ഞാൻ രാവിലെ 5 മണിക്ക് ഓഫീസിലേക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ രാത്രി 12-1 മണി, പിറ്റേ ദിവസം രാവിലത്തെ ഷോ കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി കിടന്നുറങ്ങി വീണ്ടും തിരിച്ച് റേഡിയോ സ്റ്റേഷനിൽ വന്നിട്ടുള്ള ദിവസങ്ങളൊക്കെ വളരെ കൂടുതലാണ്, ഒരുപാടാണ്. എനിക്ക് ശരിക്കും സാറ്റർഡേ സൺഡേ ഇങ്ങനെ ഞാൻ ഇരിക്കും. അതായത് ഒരു പഠിപ്പിസ്റ്റൊക്കെ ക്ലാസ് ഇല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാവും, അതുപോലെ ഞാൻ ഈ സാറ്റർഡേ സൺഡേ ഒക്കെ എനിക്ക് എവിടെയും പോകാനില്ല, സോഷ്യലൈസിങ് ഇല്ല, ഫ്രണ്ട്സിനും നമ്മൾ അല്ലെങ്കിലും മീറ്റ് ചെയ്യുന്നില്ല. ഞാൻ തിങ്കളാഴ്ച ആവാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നു എങ്ങനെയെങ്കിലും റേഡിയോ സ്റ്റേഷനിൽ പോകാൻ. ഒന്ന്, ദാറ്റ് ഈസ് മൈ ഹാപ്പി പ്ലേസ്. അതെല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല. എനിക്ക് റേഡിയോ സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബോർ അടിക്കാത്തൊരു സ്ഥലമായിരുന്നു. ഇറ്റ് ഈസ് മോർ ലൈക്ക് എ കോളേജ്. ആ ഒരു മൂഡായതുകൊണ്ട് ഓക്കെ. പക്ഷെ സ്റ്റിൽ എനിക്ക് വർക്കാണത്. ആ വർക്കിൻ്റെ പുറത്തൊരു ലൈഫ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമേ ഒരുപാട് കാലം ഉണ്ടായിട്ടില്ല.
അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ റിയലൈസ് ആയിട്ടുള്ള ഒരു പരിപാടി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അപ്രൈസലാണെങ്കിലും ഈ ബോസിനെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും അല്ലെങ്കിലും വർക്ക് സ്പേസിൽ ഒരു ടൈമിനപ്പുറത്ത് നമ്മൾ നിൽക്കാൻ പാടില്ല. അതിനാണ് നമുക്ക് ഷിഫ്റ്റ് തന്നിരിക്കുന്നത്. പല ആൾക്കാർക്കും ഒരു മിഥ്യാധാരണയുണ്ടല്ലോ. ദാറ്റ് ഞാൻ കുറച്ച് കൂടുതൽ ആത്മാർത്ഥതയൊക്കെ കാണിച്ച് എൻ്റെ ബോസ് ഒന്ന് ഇമ്പ്രസ് ആയി കഴിഞ്ഞാൽ, ഇപ്രാവശ്യത്തെ അപ്രൈസൽ മോനെ ഞാൻ പ്രൊമോഷൻ കയറി, പിന്നെ മാനേജർ കഴിഞ്ഞാൽ ആരാ ആരാ ഞാനാ എന്ന് പറയുന്നൊരു മൂടൊക്കെ ഉണ്ടാവും. പിന്നെ പിന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത്. അതായത് അങ്ങനെ പണിയെടുക്കുന്ന ആൾക്കാർക്കായിരിക്കും ഒരിക്കലും അപ്രൈസിൽ പ്രൊമോഷൻ കിട്ടാതിരിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവനിപ്പോൾ ഈ പ്രൊമോഷനും അപ്രൈസലും ഇല്ലെങ്കിലും അവൻ പണിയെടുത്തോളും. ഇത് ആവശ്യമുള്ളത് ആർക്കാ? കറക്റ്റ് 8 മണിക്കൂർ ഓഫീസിൽ നിന്ന് വലിയ ആത്മാർത്ഥതയൊന്നും കാണിക്കാത്ത ഒരുത്തൻ പോകുന്നുണ്ടെങ്കിൽ, അവൻ ചിലപ്പോൾ കമ്പനിയിൽ നിന്ന് തന്നെ വേറൊരു കമ്പനിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവൻ ഈ പറഞ്ഞ പോലെ പ്രൊമോഷനും അപ്രൈസലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓവർ ആത്മാർത്ഥത കാരണം വർക്ക് ലൈഫ് ബാലൻസ് മൊത്തത്തിൽ ദേ ഇങ്ങനെ കയ്യിൽ നമ്മളൊരു ബൊമ്മ പിടിച്ചിട്ട് അയ്യോ ദേ വീണ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണെങ്കിൽ ഉണ്ടല്ലോ, കഴിഞ്ഞ്. നമുക്ക് കാര്യമായിട്ടൊന്നും നേടാനും ഉണ്ടാവില്ല, നമുക്ക് തിരിച്ചൊന്നും കിട്ടാനും പോകുന്നില്ല. ആകെ നമുക്ക് നഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ സ്പേസോ അല്ലെങ്കിൽ പേഴ്സണൽ റിലേഷൻസ് ഒക്കെ ആയിരിക്കും. നൗ ഈ വർക്ക് ലൈഫ് ബാലൻസിൻ്റെ ഏറ്റവും വലിയ ഒരു ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കമ്പനിയിൽ കയറുമ്പോൾ കിട്ടുന്ന കുറേ ലീവുകളാണ്. പല കാറ്റഗറി ഓഫ് ലീവ്സ് ഉണ്ടല്ലോ. പ്രിവിലേജ് ലീവ് ഉണ്ട്, LTA ഉണ്ട്, അതേപോലെ കാഷ്വൽ ലീവ് ഉണ്ട്, മെഡിക്കൽ ലീവ് ഉണ്ട്, OBC ഉണ്ട്, മറ്റേതുണ്ട്, മറിച്ചതുണ്ട് എന്ന് പറയുന്ന ഒരുപാട് ലീവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ ലീവ് എടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ, അയ്യോ ആ ലീവ് കിട്ടണം എന്നുണ്ടെങ്കിൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇനി അത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക ഈ ബുഫേക്കൊക്കെ പോയി കഴിഞ്ഞാൽ, വാട്ട് ഇഫ് ബുഫേ സപ്ലൈ ചെയ്യുന്ന അവിടുത്തെ ഫ്ലോർ മാനേജറോ അല്ലെങ്കിൽ എടുത്തു തരുന്ന വെയിറ്റേഴ്സോ നമ്മളിങ്ങനെ ജഡ്ജ് ചെയ്യുന്ന ഒരു നോട്ടം നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? നമ്മൾ കാശ് കൊടുത്തിട്ട് ബുഫേ കഴിക്കാൻ വന്നിരിക്കുക, പക്ഷേ ഫുഡ് അടക്കം നമ്മളെ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഇല്ലേ? അതേപോലെയാണ് നമ്മളൊരു കമ്പനി കയറിയിട്ട് നമ്മളൊരു ലീവ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അയ്യോ ഐസൊക്കെ റോളായി, 10-40 ചോദ്യങ്ങളായി. നമ്മളുടെ അവകാശം നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ അടുത്ത കാലത്ത് വായിച്ചൊരു ഫൺ ഫാക്ട് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 6% ഇൻക്രീസ് ആണത്രേ നമ്മളുടെ ജീവിതത്തിൽ ഫിനാൻഷ്യലി ഉണ്ടാവുക വെൻ വി ടേക്ക് ഓൾ ദ വെക്കേഷൻസ്. പൊതുവേ നമ്മൾ വിചാരിക്കുക എന്താ, വെക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ കാശ് സ്പെൻഡ് ആവുന്നു, നമുക്കുള്ള ഇൻകം കൂടി കുറയും എന്നൊക്കെ വിചാരിച്ച് വെക്കേഷൻ എടുക്കാത്ത ആൾക്കാരുണ്ടല്ലോ. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 6% നമുക്ക് ഇൻക്രീസ് ആണ് അത്ര ഉണ്ടാവുന്നത്. ബിക്കോസ് നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂടും. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി സ്മാർട്ട് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങും, നമുക്ക് കുറച്ചുകൂടി ചിന്തിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ 6% നമ്മളുടെ ഇൻക്രീസ് ആണ് ഉണ്ടാവുന്നത്. ഇതൊന്നും ഞാൻ പണ്ട് അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ഒരു 10-40 വെക്കേഷൻ എടുത്തേരെ. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ ആരായി? അല്ല, ഇങ്ങനത്തെ ഒരു ഫാക്റ്റ് ഉണ്ട്. സോ ഇഫ് യു ഹാവ് സം പെൻഡിങ് ലീവ്സ്, അതൊക്കെ എടുത്ത് തീർക്കാട്ടോ. വെക്കേഷന് പോകേണ്ട കാര്യത്തിൽ ഒരു കോംപ്രമൈസും ചെയ്യരുത്. പക്ഷെ പൊതുവേ ലീവ് എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിലേക്ക് കയറി വരുന്ന വേറൊരു സംഭവമുണ്ട്. എൻ്റെ ജീവിതത്തിൽ അത് ഭയങ്കരമായിട്ട് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ഗിൽട്ട്. ഗിൽട്ട് എന്ന് പറയുന്നുണ്ടല്ലോ, എന്തിനാന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. പക്ഷെ ലീവ് എടുത്തു കഴിഞ്ഞാൽ വീട്ടിലിരിക്കുമ്പോൾ ചില സമയത്ത് നമുക്ക് ഒരു ബ്രേക്ക് വേണം എന്ന് പറഞ്ഞിട്ട് ലീവ് എടുത്തിട്ടുണ്ടാവുമല്ലോ. ആ ടൈമിൽ ഉണ്ടാകുന്ന ഒരു ഗിൽട്ട് ഉണ്ട്. നമ്മുടെ അവകാശമാണ് ലീവ്, പക്ഷെ സ്റ്റിൽ ഞാൻ എൻ്റെ മാനേജറിനെ ചതിച്ചു, ഞാൻ എൻ്റെ കമ്പനിയെ ചതിച്ചു, ഞാൻ എൻ്റെ ബോസുമാരെ ചതിച്ചു, ഞാൻ എൻ്റെ ജോലിയെ ചതിച്ചു. മോനെ, ഈ ഒരു ഫീലിംഗ്, ഇത്രയും ആത്മാർത്ഥത ഗേൾ ഫ്രണ്ടിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ വാലന്റൈൻസ് ഡേക്ക് സിംഗിൾ ആവൂലായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ ഒരു ഗിൽട്ട് കോൺഷ്യസ് വരും ലീവ് എടുത്തു കഴിഞ്ഞാൽ. ചില ആൾക്കാർക്കുണ്ട് ആ ഈ ഗിൽട്ടൊന്നും ഉണ്ടാവില്ല, പിന്നെ പോയി പണി വെക്കാൻ പറ. എനിക്ക് അങ്ങനത്തെ ആൾക്കാരെ കാണുമ്പോൾ ഭയങ്കര അസൂയ. കാരണം അവരിങ്ങനെ അത്ര ഫ്രീ ആയിട്ട് ജീവിക്കുന്നത്. ഞാൻ ജോലിക്ക് പോയിരുന്ന സമയത്ത് റേഡിയോയിലാണെങ്കിലും ഞാൻ ഡേറ്റ് ചെയ്യുന്ന ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഗേൾ ഫ്രണ്ടിൻ്റെ അടുത്ത് നമ്മൾ പോകുന്ന സമയത്ത് ചിലപ്പോൾ വീക്ക് ഡേയ്സ് ആയിരിക്കും നമ്മൾ ലഞ്ച് പോവാം അല്ലെങ്കിൽ നമുക്ക് കറങ്ങാൻ പോവാം എന്നുള്ള പ്ലാനൊക്കെ ഇടുക. അപ്പോൾ കാര്യമായി മാനേജറിൻ്റെ അടുത്ത് പോയിട്ട് പറയാൻ പറ്റില്ല അത്ര ഫ്രീ ആയിട്ട്, അതായത് എനിക്ക് ഗേൾ ഫ്രണ്ടിൻ്റെ കൂടെ കറങ്ങാൻ പോകണമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ചിലപ്പോൾ ലീവ് തന്നില്ലെങ്കിലോ. അതുകൊണ്ട് നമ്മളിങ്ങനെ വയ്യ, തലവേദനയാ, ഇത് കൈവേദനയാ, കാലുവേദനയാ, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഉടായി പഠിക്കുമല്ലോ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും എൻ്റെ അച്ഛനെ പോലും മേടിച്ചിട്ടില്ല. എനിക്ക് ഗേൾ ഫ്രണ്ടിൻ്റെ കൂടെ പുറത്ത് പോയിട്ടൊരു കഫേയിൽ ഇരിക്കുമ്പോൾ ടെൻഷനാണ്. ലൈക്ക് എങ്ങാനും എൻ്റെ മാനേജർ വല്ല മീറ്റിങ്ങിന് ഇങ്ങോട്ട് വരുമോ, വന്നു കഴിഞ്ഞ് എന്നെ എങ്ങാനും കാണുമോ, അയ്യോ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്താവും, എൻ്റെ ജോലി പോവോ. പക്ഷേ എന്തിന്? അവിടെയാണ് ആ വർക്ക് ലൈഫ് ബാലൻസ് കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റാത്തതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. വർക്ക് ലൈഫ് നമ്മൾ കറക്റ്റായിട്ട് ബാലൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു പേടിയുമില്ല. അതിനെന്താ? അതിന് മാത്രമല്ല, ഞാൻ പറയുകയാണെങ്കിൽ ഒരു കൂൾ സൂപ്പർ ലീഡർ അല്ലെങ്കിൽ മാനേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു കാര്യം പറയുമ്പോൾ
നീ എന്തായാലും പോകണം. അത് നിൻ്റെ പേഴ്സണൽ കാര്യമല്ലേ, ലീവല്ലേ, അത് കുഴപ്പമില്ല, അത് നീ ചെയ്തോ. നിൻ്റെ ജോലി കറക്റ്റായിട്ട് നീ ചെയ്യുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. നിൻ്റെ കുറച്ച് ടാർഗറ്റ്സ് ഉണ്ടെങ്കിൽ ആ ടാർഗറ്റ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നിനക്ക് എന്തും ആവാം. അങ്ങനെ പറയുന്ന മാനേജേഴ്സ്, സൂപ്പർ ഹീറോ സിനിമ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മിന്നൽ മുരളിയൊക്കെ എടുക്കുന്നുണ്ടല്ലോ, അതുപോലെ ഒരു സൂപ്പർ ഹീറോ സിനിമയായിരിക്കും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന മാനേജേഴ്സിൻ്റെ കഥ വന്ന. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ റിയൽ സൂപ്പർ ഹീറോസ്. അങ്ങനെയൊക്കെ പറയുന്ന കേരളത്തിൽ എത്ര മാനേജേഴ്സ് ഉണ്ട്. അത്രയും നല്ല മാനേജേഴ്സ് ഉണ്ടെങ്കിൽ അവരെയും ഈ ഒരു വീഡിയോൻ്റെ അണ്ടറിൽ കമൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ടാഗ് ചെയ്യാൻ മറക്കണ്ട. ബിക്കോസ് സച്ച് ബോസസ്, അവർക്ക് നമ്മളൊരു സ്പെഷ്യൽ ക്ലാപ്പ് കൊടുത്തേ പറ്റൂ. സീരിയസ്ലി, ഈ വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുന്ന ഒരു ഗവൺമെൻറ് കോൺസ്പിറസി ആണോ എന്ന് വരെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ടു ഗെറ്റ് മോർ ബിസിനസ് ടു യോഗ മാറ്റ്സ് ആൻഡ് സൈക്കോളജിസ്റ്റ്. കാരണം വർക്കിംഗ് ഇങ്ങനെ പ്രഷർ കൂടി കഴിഞ്ഞാൽ അവസാനം നമ്മൾ എൻഡപ്പ് ചെയ്യുന്ന യോഗ മാറ്റിൽ ഇല്ലെന്ന് പറഞ്ഞ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് തന്നെയാണ്. ഇവർക്ക് കുറച്ച് കൂടുതൽ ബിസിനസ്സും വർക്കും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി ഇനി ഗവൺമെൻറ് തന്നെ ചെയ്യുന്ന ഒരു സംഭവമാണോ ഇത്? യു നെവർ നോ. എന്തായാലും ഈ ഒരു ബാലൻസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട ഒരു വാക്കാണ് ഫോമോ. FOMO, ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. അത് എനിക്ക് സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ വർക്ക് സ്പേസിൽ നിന്ന് ലീവ് എടുത്തിട്ട് ഞാനിപ്പോൾ വീട്ടിലിരിക്കുകയാണെങ്കിലും ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ കാര്യം ചെയ്യുകയാണെങ്കിലും എങ്ങാനും സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ഏതെങ്കിലും ഒരു കൊലീഗ് എന്തെങ്കിലും ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടെങ്കിൽ ഐ വിൽ ബി ലൈക്ക് ഷിറ്റ്, ഇന്ന് ഓഫീസിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും, ഓ ഗോഡ് ഞാൻ ഉണ്ടായില്ലല്ലോ, ഇനി എന്തൊക്കെയാണ് അവിടെ. നമ്മൾ അതറിയാൻ വേണ്ടിയിട്ട് അവിടുത്തെ കുറച്ച് ഫ്രണ്ട്സിനൊക്കെ മെസ്സേജ് അയക്കും, എന്താണ് സംഭവിച്ചത്. എന്തിന്? ദേ ആർ നോട്ട് യുവർ ഫാമിലി. ചിലപ്പോൾ അതുപോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടാവും. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ ഒരു കോമ്പറ്റീഷൻ വന്നു കഴിഞ്ഞാൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പാര പടിയുന്ന ഒരു അക്വറ്റൻസ് സ്പേസ് ആണ് ഈ ഓഫീസ്. അവർ കൊലീഗ്സ് ആണ്, ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ടിൻ്റെ ആവശ്യമില്ല. പക്ഷെ എന്നാലും ഇവനൊരു വില്ലനാണ്. ഈ ഫോമോ വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, പിന്നെ നമുക്ക് ലീവ് എടുക്കാനേ പറ്റൂല. നമ്മൾ ഈ സാറ്റർഡേ സൺഡേ വരെ ജോലിക്ക് പോയാലോ ഇതുവരെ ചിന്തിച്ചു പോകും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരുടെ അടുത്തൊക്കെ പോയി ജോലി എടുക്കുകയാണെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാൻസിലൊക്കെ പോയി ജോലി എടുക്കണം. അവിടുത്തെ 80% എംപ്ലോയീസിനും ആഫ്റ്റർ വർക്ക് ഡിസ്കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. 80% ആൾക്കാരും ജോലി സ്ഥലത്ത് വിട്ട് പിന്നെ അങ്ങ് പുറത്തു പോകും. അത് കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു പോലും നോക്കൂല. അവിടെ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും ഇപ്പോൾ എമർജൻസീസ് ഓഫ് കോഴ്സ് ചില ജോലികളിലൊക്കെ എമർജൻസി കോൾസും കാര്യങ്ങളൊക്കെ വരും. ഇപ്പോൾ നമ്മളൊരു ക്ലയൻറ്റ് റിലേറ്റഡ് ആയിട്ട് ഒരു സർവീസാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് അല്ലേ ഇപ്പോൾ വെബ്സൈറ്റ് ചെയ്ത് കൊടുത്തു, അത് ക്രാഷ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ രാത്രി 12 മണിക്ക് കോൾ വന്നുകൊണ്ടിരിക്കും. ദാറ്റ് ഈസ് എക്സെപ്ഷണൽ. അല്ലാതെ നോക്കുകയാണെങ്കിൽ 8 മണിക്കൂർ 9 to 6 ജോബിൻ്റെ ഇടയിൽ നിൽക്കുകയാണ്, 8 അല്ല 9 മണിക്കൂർ. അപ്പോൾ അങ്ങനത്തെ ഒരു ജോബിൽ നിൽക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ജോബ് കഴിഞ്ഞ് അത് കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ചെയ്യാനുള്ള റൈറ്റ് എംപ്ലോയീസിന് വേണം. പക്ഷേ എവിടെ നമുക്ക് അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ടോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞ കുറുക്കൻ മലയുണ്ടല്ലോ, അതേ മൂടാണ് ഈ വർക്ക് ലൈഫ് ബാലൻസിൻ്റെ കാര്യത്തിൽ പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത്. ശരിക്കും ഈ ഒരു റൂൾ ലോകത്തെല്ലാവിടെയും വേണം. 80% അല്ല 100% പീപ്പിൾ ഷുഡ് ഹാവ് ദ റൈറ്റ് ടു ഡിസ്കണക്ട് ആഫ്റ്റർ വർക്ക്. അതായത് ഈ ജോലി സമയം കഴിഞ്ഞിട്ടുണ്ടല്ലോ, മാനേജറിൻ്റെ കൂടെ ചില്ല് ചെയ്യാൻ പോവാം. മോനെ അറിയാതെ പോലും ചെയ്യരുത്. അതിനേക്കാൾ വലിയൊരു ട്രാപ്പില്ല. കാരണം അത് ശീലമായി കഴിഞ്ഞാൽ മാനേജർക്ക് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ആ മൂപ്പർക്ക് ഉണ്ടാകുന്ന എക്സ്പീരിയൻസുകൾ, വർക്ക് ലൈഫ് എക്സ്പീരിയൻസ് തന്നെ നമ്മളുടെ അടുത്ത് ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുക. നമ്മളതൊക്കെ ഇട്ടിങ്ങനെ നമ്മൾ വിചാരിക്കും ഇതൊക്കെ കേട്ടിരുന്ന് കഴിഞ്ഞാൽ അപ്രൈസിൽ വരുന്നു. ഒന്നും വരാൻ പോകുന്നില്ല, ഒരു കാര്യവുമില്ല. അത് വേറൊരു തന്നെ പോവുള്ളൂ. നീ അടിമ, ആ ഒരു വീട് തന്നെ ഉണ്ടാവുള്ളൂ. പക്ഷേ സംഭവം എന്താ, നമ്മൾ ഈ പറഞ്ഞ പോലെ മാനേജേഴ്സിനെ പ്രോത്സാഹിപ്പിക്കില്ല. അവരെങ്ങാനും ഫോൺ ചെയ്യുന്ന സമയത്ത് ആ ഫോൺ എടുക്കുന്നു, വർക്ക് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഒരുത്തൻ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരുത്തൻ്റെ മുകളിൽ പ്രഷറായി. പക്ഷേ എല്ലാവരും ഒരുപോലെ യൂണിറ്റിയോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ് വർക്ക് ലൈഫ് ബാലൻസ്. അല്ല, എൻഡ് ഓഫ് ദി ഡേ ഞാൻ ഇത്രയും കുറ്റം പറയല്ല, പക്ഷെ വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, അത് ജീവിതത്തിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഇതൊരു ജഗ്ലിങ് പോലെയാണ്. ഇപ്പം എൻ്റെ അടുത്ത് ഒരൊറ്റ സാധനമേ ഉള്ളൂ, പക്ഷെ ഇത് ഇങ്ങനെ 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 ഇട്ട് കറക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ കറക്റ്റായിട്ട് ജഗ്ൽ ചെയ്ത് കറക്റ്റായിട്ട് ബാലൻസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ പറയുകയാണെങ്കിൽ ഈ ഓഫീസ് ടൈം കഴിഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് അയക്കുന്ന മാനേജേഴ്സിന് അല്ലെങ്കിൽ വിളിക്കുന്ന മാനേജേഴ്സിന് ഒരു IPC കോർപ്പറേറ്റ് സെക്ഷൻ പ്രകാരം എന്തെങ്കിലും ഒരു ശിക്ഷയോ ഫൈനോ കൊടുക്കണം. അങ്ങനെയാണെങ്കിലേ നമ്മളെ കോർപ്പറേറ്റ് വേൾഡ് എത്തി രക്ഷപ്പെടുള്ളൂ. ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയീസ് ഒക്കെ ഉണ്ടല്ലോ, ഒന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഫ്രീലാൻസിങ്ങിന് പോകും, ഇല്ലെന്ന് പറഞ്ഞാൽ ആർക്കും പണി ഉണ്ടാവില്ല, അല്ലെങ്കിൽ എല്ലാവരും പണിയെടുത്തുകൊണ്ടിരിക്കും. എന്തായാലും ഈ ജഗ്ലിംഗ് പരിപാടി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. സി, ഇറ്റ് ഈസ് ബേസിക്കലി ജസ്റ്റ് വൺ വേർഡ് ദാറ്റ് ക്യാൻ ഹെൽപ്പ് യു ഔട്ട് ഓഫ് ദിസ്. ഈ വർക്ക് ലൈഫ് ബാലൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് മെൻറ്റാലിറ്റി കറക്റ്റായിരിക്കണം. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ വാക്ക് മതി. ഒറ്റ വാക്കിൽ ഇത് സോൾവ് ചെയ്യാൻ പറ്റും. ഇതും ഞാൻ എൻ്റെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ആദ്യം അവർക്കൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, പക്ഷെ പിന്നെ പിന്നെ അവർക്ക് ശരിയായിക്കോളും. നമുക്കും അത് ശീലമാവും ആൻഡ് നമ്മളുടെ ഒരു വണ്ടർഫുൾ ക്വാളിറ്റിയായി മാറും അത്. വർക്ക് ലൈഫ് ബാലൻസിന് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരൊറ്റ വാക്കേ ഉള്ളൂ, ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് NO. നോ.
നമ്മളുടെ വർക്ക് ടൈം കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ വിളിക്കുന്ന ഒരു മാനേജർ ഉണ്ടെങ്കിൽ ആ മാനേജറിന് സോറി, ഇപ്പോൾ ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യത്തിലാണ്, ഈ സമയത്ത് പറ്റില്ല. അത് കാരണം എങ്ങാനും ജോലി പോവുകയാണെങ്കിൽ പോട്ടെ, വേറെ 10,000 ജോലി കിട്ടും എന്ന് നമ്മൾ വിചാരിക്കണം. ബിക്കോസ് വേൾഡ് ഇസ് ഫുൾ ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. ആൻഡ് നെക്സ്റ്റ് തിങ്, മിസ്റ്റർ മാനേജർ, നമ്മൾ ഒരിക്കലും ഒരു എംപ്ലോയിനെ അവരുടെ പേഴ്സണൽ ടൈമിൽ വിളിച്ച് ചലഞ്ച് ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് 80% പ്രൊഡക്ടിവിറ്റി കുറയും എന്നാണ് റിപ്പോർട്ട്സ് പറയുന്നത്. സോ ഇഫ് യു വോണ്ട് ടു ബി എ വെരി ഗുഡ് മാനേജർ, ഡു നോട്ട് ടെക്സ്റ്റ് യുവർ എംപ്ലോയീസ് ആഫ്റ്റർ വർക്ക് ടൈം. അതിപ്പോൾ എത്ര അത്യാവശ്യമാണെങ്കിലും, അതായത് ഭൂമി അവസാനിക്കാൻ പോകുന്ന പോലത്തെ അത്യാവശ്യമൊക്കെ ആണെങ്കിൽ ഓഫ് കോഴ്സ് അത് ഞാൻ പറഞ്ഞില്ല, എക്സെപ്ഷണൽ കേസുകളാണ്. അല്ലാതെ വെറുതെ മെസ്സേജ് അയച്ചിട്ട് അതൊരു ടോക്സിക് സ്വഭാവമാണ്. അപ്പോൾ എന്തായാലും എംപ്ലോയി പോയിന്റ് ഓഫ് വ്യൂവിൽ ഇറ്റ് ഈസ് ജസ്റ്റ് എ വേർഡ് നോ ആൻഡ് ദാറ്റ്സ് ഇറ്റ്സ് ഡൺ. അപ്പോൾ എന്തായാലും വർക്കും ലൈഫും അത് രണ്ടാണെന്നും അത് കറക്റ്റായിട്ട് ബാലൻസ് ചെയ്യാൻ പറ്റണം എന്നുള്ളതും ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഗുഡ്. അങ്ങോട്ട് ബാലൻസ് ചെയ്ത് പോവാം. ഓൾസോ കാർത്തിക്കലി കറക്റ്റ് ഇങ്ങനെ വൈൻഡപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനൊരു ഫ്രീ ടിപ്പ് തരാം. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളൂ, ഫ്രഷാണ്, ഞാൻ ഔട്ട് ഓഫ് ദി ഓവൻ എടുത്തിട്ടേ ഉള്ളൂ. ടൈലർ സ്വിഫ്റ്റിനെ കേട്ട് കഴിഞ്ഞാൽ നമ്മളുടെ പ്രൊഡക്ടിവിറ്റി ബൂസ്റ്റ് ചെയ്യും അത്ര. ലോകത്തിൻ്റെ മൊത്തം GDP ഇങ്ങനെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈലർ സ്വിഫ്റ്റ് നമ്മളുടെ പ്രൊഡക്ടിവിറ്റി ബൂസ്റ്റ് ചെയ്യും എന്നുള്ള കാര്യം എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ദാറ്റ് ഈസ് എ ഫാക്ട്. സോ നെക്സ്റ്റ് ടൈം നമ്മൾ മൊത്തത്തിൽ ഡൗൺ ആയിരിക്കുകയാണെങ്കിൽ ടൈലർ സ്വിഫ്റ്റിൻ്റെ ഒരു പാട്ടൊക്കെ കേട്ടിട്ട് ആ സ്പ്രെഡ്ഷീറ്റിനെ അങ്ങ് ഡോമിനേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് വാട്ട് വി ഷുഡ് ഡു. സോ ഹാവ് എ വെരി ചിൽ പിൽ വർക്ക് ലൈഫ് ബാലൻസ് മുഖ്യം. ബിഗിലെ ഷുഡ് ബി ബാലൻസ്ഡ് വെരി വെൽ. കാർത്തിക്കലി കറക്റ്റിൽ ഞാൻ കാർത്തിക്. ആൻഡ് ഇതേപോലെ വലിയ വിഷയങ്ങൾ അല്ലെങ്കിലും ചെറിയ വിഷയങ്ങൾ, കുറച്ച് വലിയ കാര്യങ്ങൾ, ചെറിയ കഥകൾ ഒക്കെ ആയിട്ട് ഐ വിൽ ബി ബാക്ക് ഓൺ വൈബ് വേൾഡ് നെറ്റ്വർക്ക്. അപ്പോൾ സംഭവം ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. യൂട്യൂബ് ചാനൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ആൻഡ് അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഇത് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദിസ് പെർട്ടിക്കുലർ ഷോ? അതേപോലെ ബാക്കിയുള്ള ഷോസിനെ കുറിച്ചൊക്കെ കമൻറ്റ് അറിയിക്കുക. ദാറ്റ്സ് ഓൾ. ഹാവ് എ വണ്ടർഫുൾ ഡേ നൈറ്റ്. ഇതെപ്പോൾ കാണുകയാണോ ആ സമയം. അത്രേ ഉള്ളൂ. എല്ലാം പറഞ്ഞ പോലെ ബൈ. Vibe Vault Network.